ഏറ്റവും മനോഹരമായ രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തില് എന്താണ് പറയേണ്ടത്, ഏറ്റവും ഈ ഒരു പ്രോഗ്രാമിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ചീഫ് ഗസ്റ്റ് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ലഭിച്ചിട്ടുള്ളത്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ഗുരു ഗിരിജ ചന്ദ്രൻ മാം ആണ്. അപ്പോ നിങ്ങൾക്ക് ഏവർക്കും മാമിനെ കുറിച്ച് അറിയാം എങ്കിൽ പോലും ഈ ഒരു ദിവസത്തില് എല്ലാവർക്കും അറിയുന്നതിലേക്കായിട്ട് മാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. 1000-ഓളം കലാകാരന്മാർക്ക് ശാസ്ത്രീയ നൃത്തരൂപങ്ങളിൽ ശിക്ഷണം നൽകി വരുന്ന കേരളത്തിന്റെ അഭിമാനമാണ് ഗുരു ഗിരിജാചന്ദ്രൻ. കേരളീയ കലാരൂപങ്ങളുടെ അവതരണത്തിന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആശ്രയിക്കാൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഒരു പേര് മാത്രമേ കേരളത്തിലുണ്ടായിട്ടുള്ളൂ. അതാണ് ഗിരിജ ചേച്ചി എന്ന് അടുപ്പമുള്ളവർ വിളിക്കുന്ന നമ്മുടെ സ്വന്തം ഗുരു ഗിരിജാചന്ദ്രൻ. കഥകളി, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, തെയ്യം തുടങ്ങി കേരളീയ കലാരൂപങ്ങളും ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളും കേരളത്തിൽ പ്രചാരത്തിൽ നിലനിർത്തുന്നതിന് ഗിരിജ ടീച്ചർ വഹിക്കുന്ന പങ്ക് വിലമതിക്കാനാവാത്തതാണ്. സംസ്കൃത പണ്ഡിതനായ ശിവശങ്കര പിള്ളയുടെയും മാലതി അമ്മാളുടെയും പുത്രിയായ ഗിരിജ ടീച്ചർ ഗുരു കലാക്ഷേത്രം ഭാസ്കരന്റെയും ഗുരു സുചിത്ര എം പിള്ളയുടെയും ശിക്ഷണത്തിൽ വിദ്യാഭ്യാസം ആരംഭിച്ചു. തുടർന്ന് ഭരതനാട്യത്തിന്റെ തലസ്ഥാനമായ മദ്രാസിൽ ഗുരു അടയ ലക്ഷ്മണന്റെ ശിഷ്യയായി കുച്ചുംപിടിയിലെ അധ്യായം ഗുരു വെൺപട്ടി ചിന്നസത്യങ്ങളുടെ കീഴിലും അഭ്യസിച്ചു. 1972 റിഗാട്ട നാട്യ സംഗീത കേന്ദ്രം ആരംഭിച്ചു. കഴിഞ്ഞ 4.5 പതിറ്റാണ്ടായി റിഗാട്ട കേരളത്തിൽ നൃത്ത വിദ്യാഭ്യാസ രംഗത്തെ അവസാന വാക്കായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗിരിജ ടീച്ചറുടെ പാരമ്പര്യം പ്രിയപുത്രി മാധവി ചന്ദ്രനിലൂടെ തുടർന്നു പോകുന്നു. നൃത്യ വിദ്യാഭ്യാസ രംഗത്ത് കുലപതിയായ ഗുരു ഗിരിജാചന്ദ്രൻ മാമന് നൃത്യ രംഗം ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓർഗനൈസേഷന്റെ വന്ദനം നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടുകൂടി അതിലേറെ ആദരവോടുകൂടി മാമിനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് സ്ഥാനത്തേക്ക് വേദിയിലേക്ക് കടന്നു വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു കൈയടി കൊടുത്തോണ്ട് തന്നെ നമുക്ക് മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു സോ മച്ച് മാം. ഇന്നത്തെ ഈ ഒരു ദിവസത്തില് മാമിന് ഇവിടെ ലഭിക്കാന്ന് പറഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞ അനുഗ്രഹം തന്നെയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് ദിസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ ഒരുപാട് കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒത്തിരി പേരുണ്ട്. എല്ലാവരോടായിട്ട് 2 വാക്ക് സംസാരിക്കാനായിട്ട് മാമിനോട് അഭ്യർത്ഥിച്ചോളൂ. സദ്ഗുരുഭ്യോ നമഃ. ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ സന്തോഷം കൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല. എൻ്റെ മുന്നിലൂടെ വളർന്ന് ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒരു നൃത്ത വിദ്യാലയം റിഗാറ്റയുടെ മുറ്റത്ത് തന്നെയാണ് സുമസന്ധ്യയുടെ സ്ഥാപനവും നടക്കുന്നത്. എനിക്ക് എൻ്റെ സന്തോഷം എത്രയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ദീർഘനാളുകൾ ഏകദേശം 10-20 കൊല്ലം റിഗാറ്റയോടൊപ്പം ലോകം മുഴുവനും സഞ്ചരിച്ച് പരിപാടികൾ നടത്തുകയും എൻ്റെ മകളോടൊപ്പം തോളോട് തോൾ ചേർത്ത് ഒരുപാട് വേദികൾ കീഴടക്കുകയും ചെയ്ത ഒരു അതുല്യ കലാകാരിയാണ് സുമസന്ധ്യ. സുമസന്ധ്യയുടെ അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം മനസ്സിൽ ഒരു പിതാവ് എങ്ങനെ ആയിരിക്കണം തങ്ങളുടെ കുട്ടികളെ അവർക്ക് അഭിരുചിയുള്ള മേഖലയിൽ കൊണ്ടുവരേണ്ടതെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം. ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും ഭാഗമാക്കുകയും എപ്പോഴും എല്ലാ കാര്യത്തിലും ടീച്ചറിനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു മഹൽ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇന്ന് എത്രത്തോളം ഞാൻ സുമയെടുത്ത് പറയായിരുന്നു. രാവിലെ ഞാൻ അത് തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. സുമ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ അവളെ കൊണ്ടാക്കുമ്പോൾ അദ്ദേഹം എന്നോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും
പിന്നെ അവളെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം എന്നോട് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തൻ്റെ ഒരു കഠിനമായ ശ്രമം കൊണ്ട് സുമ ഇന്ന് ഈ രീതിയിൽ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് ഒരു കാര്യം എടുത്തു പറയാതെ വയ്ക്കാം. റിഗാറ്റയുടെ രീതി, ആ രീതിയിലൂടെ തന്നെയാണ് സുമസത്യ മുമ്പോട്ട് പോകുന്നത്. ഞങ്ങളും ഇതുപോലെ സംഗീതത്തിനും അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാ ആനുവൽ ഫംഗ്ഷനും ആദ്യം സംഗീതം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വേഷം അണിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ എത്ര സന്തോഷമെന്ന് എനിക്ക് പറഞ്ഞാലും തീരില്ല. ഞാൻ ഇന്നിപ്പം രാത്രി തന്നെ ഗുരുവായൂരിലേക്ക് പോവുകയാണ്. പക്ഷെ സുമ വന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ട്രെയിൻ രാത്രിയിലേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല, ഞാൻ വന്നോളാം മോളെ എന്ന് പറഞ്ഞ് ഞാനിവിടെ എത്തിയതാണ്. അതായത് റിഗാറ്റ 53ാമത്തെ വർഷമാണിപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഒരു അധ്യാപികയുടെ പാരമ്പര്യം നിലനിർത്തുന്ന ശിഷ്യരെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ ആയിരക്കണക്കിന് കുട്ടികളെ പഠിപ്പിക്കും, അതിലെത്ര കുട്ടികളാണ് അതേ രംഗത്തിൽ നമ്മളുടെ പേര് നിലനിർത്താൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എനിക്ക് 73 വയസ്സായി, ഇനി എത്ര കാലം ദൈവം ഇങ്ങനെ കൊണ്ടു നടക്കുന്ന അറിയില്ല. അത് കഴിഞ്ഞാലും ആ ഗിൽഡി ടീച്ചറിന് സുമസന്ധ്യ എന്നൊരു വിദ്യാർത്ഥിനിയുടെ കീഴിൽ അസംഖ്യം കുട്ടികൾ ഈ പാരമ്പര്യം തുടരുന്നു എന്ന് ഉള്ള ദൈവത്തിൻ്റെ തീരുമാനമാണ് സുമസന്ധ്യ എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. അതിലപ്പുറം എനിക്കിനി ഒന്നും പറയാനില്ല. ഏതായാലും ഈ സ്ഥാപനം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി കുറച്ച് പരിപാടികൾ കാണണം എന്നുണ്ട്. അതിനായി ഞാൻ കാത്തിരിക്കുന്നു. ഏതായാലും മോളെ, നീ മേൽക്കുമേൽ വളരെ വളരെ അഭിവൃദ്ധിയിലേക്ക് പോകട്ടെ. ടീച്ചറിൻ്റെ സ്നേഹവും സഹകരണവും എന്ത് സഹായവും എപ്പോഴും ഉണ്ടായിരിക്കും. താങ്ക് യു. എന്നെ ഈ ഒരു സന്ദർഭത്തിൽ എന്നെ ക്ഷണിച്ചതിന്. ഇന്നത്തെ കാലത്ത് പഠിപ്പിച്ച കുട്ടികളൊക്കെ തന്നെ ഉയർന്ന പടികൾ കയറും തോറും ആദ്യം കൊണ്ടുവന്ന അധ്യാപകരെ പറ്റി ശരിക്കു പറഞ്ഞാൽ അധികം പേര് ഓർക്കാറില്ല. അതിനൊരു അപവാദമാണ് നമ്മുടെ സുമസന്ധ്യ. നിങ്ങൾ രക്ഷകർത്താക്കൾ അവൾക്ക് ഏറ്റവും പ്രോത്സാഹനം, അവളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തും. നന്ദി.